ഇപ്പോൾ ആനന്ദകുമാർ നമുക്കൊപ്പം ടെലിയിൽ ഉണ്ട്. ശ്രീ ആനന്ദകുമാർ, നമസ്കാരം. ഈ കേസിൽ താങ്കൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണം ഞങ്ങൾ കേട്ടു. താങ്കൾ TV പ്രസാദമായി സംസാരിക്കുന്നതും ഞങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എങ്ങനെയാണ് സായി ഗ്രാമത്തിൻ്റെ മേൽവിലാസം ഈ അനന്തകുമാർ ഉണ്ടാക്കിയത്? ക്ഷമിക്കണം, അനന്തകൃഷ്ണൻ ഉണ്ടാക്കിയത് ശ്രീ അനന്തകുമാർ. അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായി ഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ അയാൾക്കും കൂടെ ചാൻസ് വേണം, നമ്മൾ പോകണു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾക്കും കൂടെ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ബാനറിലാണ് നമ്മളത് അയാൾ നമ്മുടെ ഒപ്പം വന്നത്. അതായത് ഈ അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ താങ്കളാണ് അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്, അല്ലേ? അതെ 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 അതെ. താങ്കൾക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തി തന്നത് ഈ എൻ രാധാകൃഷ്ണനാണോ? അല്ലല്ലോ, ഒരിക്കലും ഇല്ല. എനിക്ക് നേരിട്ടുള്ള കണക്ഷനാണ്. നേരിട്ടാണ്. ഈ തട്ടിപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പ്രോജക്റ്റ് താങ്കളാണ് വിശദീകരിച്ചത് എന്നാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം താങ്കളുടെ ആശയമായിരുന്നുവെന്ന്. ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ ഇതിനൊരു ട്രസ്റ്റ് ഉണ്ട്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രകാരമാണ് നാഷണൽ NGOs കോൺഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ അനന്തകൃഷ്ണനെ എങ്ങനെയാ ആദ്യം അറിയുന്നത് ശ്രീ അനന്തകുമാർ? അല്ല, ഇത് കേട്ടോ, ആ ട്രസ്റ്റ് ഡീഡിൽ പോലും ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക കാര്യങ്ങളും അനന്തകൃഷ്ണനും അനന്തകൃഷ്ണന്റെ കമ്പനിക്കും ആണെന്ന് ട്രസ്റ്റ് ഡീഡിൽ പോലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, ഈ അനന്തകൃഷ്ണനെ എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത് അനന്തകുമാർ? എന്റെ അടുത്ത് ഒരു 5-6 വർഷം മുമ്പ് ലാലി വിൻസെന്റ് ആണ് അനന്തകൃഷ്ണൻ എന്റെ ഓഫീസിൽ കൊണ്ടുവരുന്നത്. ഒരു ഫണ്ടിന്റെ കാര്യം. BTH ഹോട്ടൽ, ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിൽ പോയിരുന്നു. ആ സമയത്താണോ ആദ്യ കൂടിക്കാഴ്ച? അല്ലല്ല, ലാലി വിൻസെന്റ് അനന്തകുനിയം കൊണ്ട് എന്റെ ഓഫീസിലാണ് ആദ്യം വരുന്നത്. ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് താങ്കൾ പരിചയപ്പെടുന്നത് തന്നെ, അല്ലേ? അതെ, 100%. അങ്ങനെയാണല്ലോ. അല്ലാണ്ട് വേറെ എനിക്ക് എന്റെ ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെന്റ് ആണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാൻ. അത് എത്ര വർഷമായിട്ടുള്ള? ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് മുമ്പാണോ? 6 വർഷം, 5-6 വർഷമായിട്ടുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരുന്നു. ഈ എറണാകുളത്ത് BTH ഹോട്ടലിൽ വെച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? ആരായിട്ട്? ഈ അനന്തകൃഷ്ണനും ലാലി വിൻസെന്റുമായിട്ട്. ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച. എല്ലാം BTHലാണ് ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നതും. മാത്രമല്ല, BTHലാണ് അവിടെയുള്ള ആ കാലത്തുള്ള യോഗങ്ങളെല്ലാം നടന്നത്. ഈ CSR ഫണ്ട് ഇതിലേക്ക് പൂൾ ചെയ്യാമെന്ന് താങ്കൾ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിരുന്നോ ആർക്കെങ്കിലും? ഒരു ഉറപ്പില്ല. അതിന് ക്വാളിഫൈഡ് അല്ലല്ലോ അവര്. CSR ഫണ്ടിന്റെ C എന്നുള്ളത് കിട്ടാൻ പോലും ക്വാളിഫൈഡ് അല്ലല്ലോ അനന്തുവിന്റെ ഈ 4 കമ്പനിയും. ഈ അനന്തുവിന്റെ ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നപ്പോൾ താങ്കൾ അതിൽ സഹകരിക്കാമെന്ന് തീരുമാനിച്ചത് എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും NGOസിന് ഗുണപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അന്നും ഞങ്ങളുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചു ഇതിന്റെ സാമ്പത്തിക ഭാരവും നിയമപരമായ ഉത്തരവാദിത്വം അനന്തകൃഷ്ണന്റെ കമ്പനിക്കാണ്. പക്ഷേ ഇതിന്റെ പണം കിട്ടണമല്ലോ. 60,000 കൊടുത്താൽ 1,20,000 എന്ന് പറയുമ്പോൾ വീണ്ടും 60,000 വേണം. ആ പണം എവിടെ നിന്ന് വരുന്നു എന്നാണ് വിശ്വസിപ്പിച്ചത്. അതെ അതെ, അന്ന് ഞങ്ങളെ ബോധിപ്പിച്ചത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ അതായത് കമ്പനികൾ മാർക്കറ്റിംഗ് ഫണ്ട് മാറ്റിവെക്കുമല്ലോ. CSR അല്ല, മാർക്കറ്റിംഗ് ഫണ്ട് വേറെയാണ്. മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്കൂട്ടർ വിൽക്കണമെങ്കിൽ ആ കമ്പനി ആ സ്കൂട്ടർ വിൽപ്പനയ്ക്കുള്ള മാർക്കറ്റിംഗ് ഫണ്ട്, അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ളതാണ് മാർക്കറ്റിംഗ്. ഞാൻ ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇയാളാണ് അത് പറഞ്ഞത്. മാർക്കറ്റിംഗ് ഫണ്ട് ഓരോ കമ്പനികളും അവരുടെ സാധനങ്ങൾ വിൽക്കുവാനായിട്ട്. CSR ഫണ്ട് ലാഭത്തിന്റെ വിഹിതമാണ്. അതെ. അല്ല, താങ്കളോട് പറഞ്ഞത് മാർക്കറ്റിംഗ് ഫണ്ട് എന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് താങ്കളോട് പറഞ്ഞത് മാർക്കറ്റിംഗ് ഫണ്ട് എന്നാണ്, CSR എന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്.